അതിൽ എന്താണുള്ളത് എന്ന് പരിശോധിക്കാം. ഇപ്പോൾ സന്നദ്ധ വളണ്ടിയർമാർ ഇവിടെയുണ്ട്. അവർ ആ ആംബുലൻസിൽ എന്താണ് എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ മോർച്ചറിയിലേക്കാണ്. അപ്പം ഇതിപ്പോൾ മരുന്നുകളും മറ്റ് സാമഗ്രികളുമാണ് ഇവിടെ വരുന്നത്. ഇവിടേക്ക് ആവശ്യമായ മറ്റ് മരുന്നുകൾ, സാധന സാമഗ്രികൾ തുടങ്ങിയവയാണ് ഈ ആംബുലൻസിൽ എത്തിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരുണ്ട്. വളരെ സജീവമായിട്ടാണ് ഇവിടെ ഓരോ പ്രവർത്തനവും ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്നത്. നമുക്ക് ഈ വളണ്ടിയർമാർക്കിടയിലേക്ക് തന്നെ ഞങ്ങൾ ഇന്നാണ് വരുന്നത്, മലപ്പുറത്ത് നിന്ന് വരാണ്. ഇന്ന് മുതൽ 2 ദിവസം ഞങ്ങളവിടെ ഉണ്ടാവും. എന്തായാലും ഓരോ ദിവസവും ഓരോ മേഖലയിലുള്ള ഓരോ മേഖലയിൽ നിന്ന് ഓരോ. ഞങ്ങൾ ഇത് ഏറനാട് നിന്ന്, മലപ്പുറം ജില്ലയിൽ ഏറനാട് ഊറങ്ങാട്ടിരി പഞ്ചായത്തിൽ നിന്നാണ് ഞങ്ങൾ 20 പേരാണ് വന്നത്. ഇന്ന് ഞങ്ങൾ ദിവസം ഡ്യൂട്ടിയാണ് യൂത്ത് കെയറിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. എന്തായാലും ഇവരിങ്ങനെ ഓരോ ദിവസവും സന്നദ്ധ പ്രവർത്തകർ മാറി ഓരോ മേഖലയിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. എന്നാൽ മാറാത്ത സ്ഥിരമായി ഈ മൃതദേഹങ്ങൾ പരിപാലിക്കുന്നവരെയാണ് നമ്മൾ ആദ്യം കണ്ടത്. അവർക്കിത് കാണുമ്പോഴൊക്കെ വേദനയുണ്ട്. പക്ഷെ ആ വേദന ഒതുക്കിയിട്ടാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാം. ഈ മോർച്ചറിക്ക് മുൻപിൽ മൃതദേഹങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥ. ഇവിടെ ഉള്ള ആളുകളുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. അവർ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്, ഇവിടെ ഈ ഒരു ദൗത്യത്തിൽ ഏർപ്പെടുകയാണ്. എത്ര ദിവസമായി ഇവിടെ? ഉരുൾപൊട്ടലുണ്ടായ അന്ന് പുലർച്ചെ 3 മണി മുതൽ ഞങ്ങളുടെ പ്രവർത്തകർ, വാളണ്ടിയേഴ്സ് ഇവിടെ പ്രവർത്തന സജ്ജരായിട്ടുണ്ട്. എല്ലാ ദിവസവും പുതിയ വാളണ്ടിയേഴ്സ് വരുന്നുണ്ട്. അവരാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും. ഇവിടെ ബോഡി വരുമ്പോഴത്തേക്ക് നമ്മളിവിടുന്ന് ഏറ്റുവാങ്ങി അവിടെ ക്ലീനിങ് സെക്ഷനിലേക്ക് കൊടുക്കും. അവിടെ നമ്മുടെ വാളണ്ടിയേഴ്സ് ഉണ്ട്. പിന്നെ വനിതകളാണെങ്കിൽ വനിതകളെ കുളിപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി വനിതാ വാളണ്ടിയേഴ്സ് പ്രത്യേകം നമ്മളുടെ അവിടെ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് ബോഡി തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് സംവിധാനങ്ങളുണ്ട്. അവിടെ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ബോഡികൾ അപ്പോൾ തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ട് മോർച്ചറിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്കും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടുന്ന് ബോഡി എടുത്ത് താഴെ നമ്മുടെ മോർച്ചറി ഉണ്ട്, മോർച്ചറിയിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചറിഞ്ഞ ബോഡികൾ അവിടുന്ന് ബന്ധുക്കൾ ഏറ്റുവാങ്ങും. തിരിച്ചറിയാത്തത് അവിടെ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം മൃതദേഹം ഇവിടത്തേക്കാണ് വരുന്നത്. ആദ്യം വരുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നമ്മളതെടുത്ത് നേരെ ക്ലീനിങ് സെക്ഷനിലേക്ക് കൊടുക്കുന്നത്. ഇന്ന് ഏതെങ്കിലും മൃതദേഹം? രാവിലെ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം വന്നിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവിടെ ഐഡന്റിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കൾ ആരൊക്കെയോ ആൾക്കാർ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ നിന്നാണ്? ചാലിയാറിൽ നിന്നാണോ അല്ല ചൂരൽമല ഭാഗത്ത്? അല്ല, നമ്മുടെ ഈ ചൂരൽമല ഭാഗത്ത് നിന്ന് തന്നെ, സ്കൂളിനടുത്തുനിന്നുള്ള കിട്ടിയ. അതെ, ഇവിടെ സ്കൂളിനടുത്ത് നിന്ന് തന്നെ കിട്ടിയത്. പുഞ്ചിമടത്താണ് ഇപ്പോൾ കൊണ്ടുവന്നുണ്ട്. എത്ര വയസ്സുണ്ടാവും കുട്ടി? ഏകദേശം വയസ്സ് കൃത്യമായിട്ട് പറയാൻ സാധിച്ചിട്ടില്ല. അവർക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല, തിരിച്ചറിയാനുള്ള സംവിധാനമായിട്ടില്ല. അത് പൂർണ്ണമായ മൃതദേഹമാണ്? പൂർണ്ണമായ മൃതദേഹം, ബോഡി ഫുള്ളാണ്, പാർട്സ് അല്ല. ഒരു വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. കുഞ്ഞുങ്ങൾ ഇപ്പോൾ കൂടുതലും പറയുന്നത് കുട്ടികളുടെ മൃതദേഹങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വന്ന കുറേ പാർട്സുകളൊക്കെ അത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഫിജി, കാരണം അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മനുഷ്യർ ഈ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ പുലർച്ചെ മുതൽ ഇവിടെ ഇപ്പോഴും ഈ മൃതദേഹ പരിപാലനത്തിൽ നിൽക്കുന്ന ഒരു സംഘമാണ് ഇവർ എന്ന് പറയുന്നത്. ഇവർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹം ഉൾപ്പെടെ ഇവരുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്നു. ഇന്ന് രാവിലെ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു. അതായത് വെള്ളാർമല സ്കൂൾ പരിസരത്ത് നിന്ന് ഒരു കുട്ടിയുടെ മൃതദേഹമാണ്. ആരുടേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. എന്തായാലും അത്തരം വിവരങ്ങളിലേക്ക് നമുക്ക് വീണ്ടും വരാം.